നമ്മുടെ രാജ്യം വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയാണ്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിന് പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നമ്മുടെ രാജ്യത്തെ തേടി എത്തിയിരിക്കുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ദസോ ഏവിയേഷന്റെ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരുന്നത് ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ ആണെന്ന് നമുക്കറിയാം. ഈ ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാണ ഭീമൻ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോട്ടമിട്ടിരിക്കുകയാണ്. അതെ, കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് എഞ്ചിൻ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് എന്ന ഭീമൻ കമ്പനിയും നമ്മുടെ ഇന്ത്യ അവരുടെ ഹോം മാർക്കറ്റാക്കി മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു എന്ന വാർത്തയും വന്നിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാനും ഇന്ത്യൻ മാർക്കറ്റിൽ നിലയുറപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 114 അധിക റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ അണിയറയിൽ നടക്കുമ്പോഴാണ് ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാന്റെ ഈ ഒരു വലിയ നീക്കം. നമ്മുടെ രാജ്യം ഇപ്പോൾ എന്ത് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അതിൽ തദ്ദേശീയത ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടെന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് പദ്ധതികളെ മുൻനിർത്തിയാകും നമ്മുടെ രാജ്യത്തിന്റെ ഓരോ ഉൽപാദന പ്രവർത്തികളും നടക്കുക. അതുകൊണ്ട് തന്നെ സഫ്രാന്റെ മേലധികാരികളിൽ ഇന്ത്യയുടെ ഈ പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ വലിയ പ്രഖ്യാപനം നടത്തിയതെന്നതും വലിയ തരത്തിൽ ശ്രദ്ധേയമായ വിഷയമാണ്. റഫേൽ ജെറ്റുകളിൽ ഉപയോഗിക്കുന്ന സ്നെക്മ M88 എന്ന എഞ്ചിനാണ് ഈ പങ്കാളിത്തത്തിന്റെ സാധ്യതയുള്ള ഒരു കാതൽ എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി പ്രവർത്തന സജ്ജമായാൽ ഈ എഞ്ചിനുകളിൽ കൂട്ടിച്ചേർക്കൽ പ്രക്രിയകൾ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള പ്രാദേശിക വിതരണക്കാരിൽ നിന്നും ഘടകങ്ങൾ വാങ്ങാനും സഫ്രാൻ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യയുടെ വളർന്നു വരുന്ന എയറോസ്പേസ് മേഖലയെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ സാങ്കേതിക കൈമാറ്റവും തദ്ദേശീയ ഉൽപാദന ശേഷിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളാണ് ഇതിൽ എടുത്തു നിൽക്കുന്നത്. ഉയർന്ന മൂല്യമുള്ള നിരവധി സംഭരണങ്ങൾക്ക് പ്രാരംഭ അനുമതി നൽകി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരുന്നു. റഫേൽ ജെറ്റുകളും ബോയിങ് P-81 മാരിടൈം പട്രോൾ വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു മുൻപായാണ് ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു പ്രൊഡക്ഷൻ ലൈൻ നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് തുറന്നു കിട്ടുമെന്നതും വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം തുറക്കുമെന്നതും ഒരു ഗുണവശമാണ്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ചെടുക്കാൻ ഇത് വഴിയൊരുക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കുന്നതിലൂടെ ഒരു സപ്ലൈ ചെയിൻ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും ഇതിന് കഴിയുമെന്നതാണ്.